അമ്മേ ഇത് നോക്കി. എന്താടാ ഇത്? പോയി ഉറങ്ങ്. മണി 1:30 ആവാൻ പോന്നു. ഇപ്പോഴാണ് എൻ്റെ ഒരു വാർത്ത. പോയി ഉറങ്ങ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയൂ. നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ഒരു ജോലിക്ക് നീ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് തന്നെ. ജോലി ചെയ്യുന്നതുകൊണ്ട് അഭിമാനത്തിന് ഒരു കുറവും വരില്ല അച്ഛാ. നിനക്കല്ലല്ലോ അഭിമാനക്കുറവ്, ഞങ്ങൾക്കല്ലേ. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഭാരതത്തിന്റെ ആത്മാവ് കലർത്തണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്നാണ്. എന്ന് വെച്ച് നീ ഒരു ഗ്രാമസേവനായിട്ട് കിടന്ന് അലയേണ്ട വല്ല കാര്യവും നമുക്കുണ്ടോ? റെക്കമെൻഡേഷനിൽ എനിക്ക് ജോലി ആവശ്യമില്ല അച്ഛാ. അതുകൊണ്ടാണ് ജോലി കിട്ടാവുന്ന കോഴ്സുകൾക്കൊക്കെ ഞാൻ ചേർന്നത്. നേരായ മാർഗത്തിലൂടെ നീങ്ങാനാണ് എനിക്കിഷ്ടം. ചേട്ടന്റെ ശമ്പളം എത്രയാണ് കേട്ടോ മമ്മി? എനിക്കാണെങ്കിൽ 2 സിനിമയും കണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം കാപ്പിയും കുടിച്ച് പോരാനുള്ള കാശേ ഉള്ളൂ. ബാബു, എടാ, എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഒരാഴ്ച അവിടെ താമസിച്ച് ആ പുതുമ കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. മണിക്കുളങ്ങര വില്ലേജ്. ഇതിനു മുമ്പുള്ള ആൾ ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങേര് മാത്രമല്ല സാർ, അതിനു മുമ്പുള്ളവരും നോക്കാറില്ല. ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ണ്ടോ? ആ ഉണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളിനെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കാറുണ്ടല്ലേ? ഉണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും ശങ്കരനായർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അപ്പോ താമസമൊക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ? അതാ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഇതിനു മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാ താമസിച്ചേ. ആ, അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ കിടന്നു. ഈ പാറ്റ എട്ടുകാലിയെ കൊണ്ട് ആകെ വൃത്തിയിട്ട് കിടക്കുക. എലികളാണെങ്കിൽ എണ്ണിയാ തീരാത്തത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കാനൊരു വീട് കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്. എത്ര രൂപ വാടക തരും? കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല. എന്നാൽ നമ്മുടെ ഒരു വീടുണ്ട്, താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക. നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ. അത് മതിയെങ്കിൽ തരാം. അപ്പൊ നമുക്ക് വീടൊന്ന് കാണാമല്ലോ. നോക്കാം, ഇപ്പൊ തന്നെ പോവാം. അയ്യോ, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? നമുക്ക് 5 മണി കഴിഞ്ഞ് പോവാം. ഇവിടത്തെ ഓഫീസൊന്നും അത്ര വലിയ കഥയല്ല. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ശങ്കരൻ നായർ 5 മണി കഴിഞ്ഞ് വരും. പോകാം. അപ്പൊ എങ്ങനെയാ, ഇത് മതിയോ? കൊള്ളാം. പക്ഷെ ആ കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. എന്നാ വരൂ, നമുക്കിത് കിട്ടാനുള്ള വഴി നോക്കാം. ആഹാ, അപ്പൊ ശങ്കരൻ നായരുടെ അല്ലേ ഈ സ്ഥലം? ശങ്കരൻ നായരുടെ അല്ലേ എന്ന് ചോദിച്ചാൽ, ഇവിടെ വടക്ക് പുഴയ്ക്കക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്തൊരു കൃഷ്ണൻകുട്ടി നായരുണ്ട്. അയാളുടെ ഒരു ഉറ്റ സ്നേഹിതനുണ്ട്, ഒരു രാരിച്ചൻ നായർ. അയാൾ എന്റെ സ്നേഹിതനാണ്. അയാള് പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയിട്ടു. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ്. ഇതാണ് രാരിച്ചൻ നായരുടെ വീട്. അവിടെ ഉണ്ടാവും. ആ, ലക്ഷ്മിക്കുട്ടിയെ, ആ ശങ്കരൻ നായർ ഒരാളെയും കൂട്ടി വരുന്നുണ്ട്. ചിലപ്പോ കല്യാണാലോചനയ്ക്കാവും. നീ പോയിട്ട് കുറച്ച് കാപ്പി ഇട്ടേ. ആ, വരൂ വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ രാരിച്ചൻ നായർ. നമസ്കാരം. ഇദ്ദേഹത്തിന് മനസ്സിലായോ രാരിച്ചൻ നായർക്ക്? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ശങ്കരൻ നായരല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. മോശക്കാരനായ ഒരാളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ. പേരെന്താ? വിനയൻ. നല്ല പേര്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പുതിയതായിട്ട് വന്ന സാറാ. ഓഹോ. സാറിന് താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് വേണം. അപ്പോ ഞാൻ ആ അമ്പലപ്പറമ്പിന്റെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ വീട് അത് കാണിച്ചു കൊടുത്തു.
പിടിച്ചോ. ആ പിടിച്ചു. ഒന്നിങ്ങി വന്നേ. കാപ്പിയുടെ കൂടെ പലഹാരം വല്ലതും കൊടുക്കണോ? എന്റെ ലക്ഷ്മിക്കുട്ടി കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട. അയാള് വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ, വീട് അന്വേഷിച്ച് നടക്കുക. അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ. അത് കൃഷ്ണൻകുട്ടി നായരെ കണ്ട് രാജിച്ചൻ നായർ ഒന്ന് ഏർപ്പാടായി കൊടുത്തു. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ? എന്നെക്കാണ് എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കില്ല. അല്ല, കുറ്റം എന്റെ ആണെന്ന് തന്നെ വെച്ചോളൂ. എന്ത് പറ്റി? ഇവിടെ കനാല് പണിക്ക് വേണ്ടി വന്ന 5-6 പേർക്ക് 1 മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടിയടപ്പാവകാശം വേണമെന്ന് പറഞ്ഞ് സമരമായി ബഹളമായി അതിന്റെ കൂടെ കൂടാൻ കുറെ നാട്ടുകാർ. അവസാനം എന്തു പറ്റി? വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലെ പള്ളി ചവിട്ടാനും വരും. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുഷ്ടഗുണം. ഇതല്ല, വില്ലേജ് ഓഫീസറാ, എന്നെ കാണാൻ വന്നതാ. ആഹാ, എവിടെയാ നാട്? എറണാകുളം. എറണാകുളത്ത് എന്ന് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനല്ല, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, ഐ മീൻ കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ചുവരൊക്കെ വെള്ളയടിച്ച് 4 ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ? സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ, ഒരുവിധം. വസണി, സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തിരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി അതിൽ കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവയുടെ ശബ്ദം കേട്ട് എനിക്ക് കൊണ്ടുവരാം. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ് അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ, അത് വേണ്ട മാവാ. അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല. പക്ഷേ അയ്യോ, അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടുംപാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാം. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അത് സാറ് ഇടുന്നെങ്കിലും അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാജിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ചേച്ചി, അയാള് ബാബുരാ? വില്ലേജ് ഓഫീസറാ? വില്ലേജ് ഓഫീസർ പറഞ്ഞ വലിയ ഉദ്യോഗ. പിന്നെ അല്ല, അയാളുടെ വീട് പട്ടണത്തിലാണ്. അയാളുടെ മുറിയിൽ പാന്റ് തൂങ്ങി കിടക്കുന്ന ചേച്ചി കണ്ടോ? മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്. നെൽത്ത് വിരിച്ചിരിക്കുന്ന സാധനം കാണാൻ എന്ത് ഭംഗിയല്ലേ? അയാളാണ് ചേച്ചി കല്യാണം ആലോചിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാല്ലേ? അവിടുന്ന് നേരത്തെ വരണേ. പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് സമാനം ഉണ്ടോ? വരട്ടെ. ആ, പറഞ്ഞേ ശരിയാ. എങ്ങനെങ്കിലും ഇങ്ങനെ ശ്രദ്ധയപ്പെട്ട കാര്യം ചെയ്യിച്ചു. അതിനിപ്പോ എന്തൊരു വഴി? പട്ടണത്തിൽ നിന്നും 10 നേരം ഈ സൂര്യനുദിക്കും, ഈ സൂര്യനുദിക്കും. ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനെ ഒന്നേ ഉറങ്ങിയോ നോക്ക്.
ചേച്ചി അയാള് ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നമുക്ക് അയാളുടെ അച്ഛന് ഒരു കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ എന്നാ വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴേക്ക് ഇനി വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ടെന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങോ? പിള്ളേർ മര്യാദക്കാരൊന്നും ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല. ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. പാല്. ആഹാ, എല്ലാരും മുണ്ടൊക്കെ എടുത്ത് വലിയ സ്റ്റൈലിലാണല്ലോ. അതെ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? ആ, വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല, എന്താ? എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? വീട് വലിയ വീടാണോ? ആ അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ? ഉം. നിങ്ങളെ കല്യാണം ആലോചിക്കാൻ എന്താ വഴി? ആർക്കാ? ആ, അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലേ, കുട്ടിപ്പട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? അതെന്താന്നാ ചോദിച്ചത്? രാധയുടെ കാരണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിൽക്കൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോചിക്ക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നത്? ആ, അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്കാ, പറയാം. ഏയ്, കൊള്ളാം. നല്ല പെൺകുട്ടി. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലൊരു പെണ്ണെ കഴിക്കും. പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്തും. അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? പാല്. നിങ്ങൾ തനിച്ചേ ഉള്ളോ? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്നും ഞങ്ങൾക്കറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കും. കൊടുക്കാം. ഇയാൾക്ക് ചേച്ചി കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ. പൊക്കോ. പ്രിയപ്പെട്ട രാധേ. പ്രിയപ്പെട്ട രാധേന്ന്. വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം. വരുമോ എന്ന് ഞാൻ വീട്ടിൽ പോടാ. നിന്നെ